ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها ബഹുമാനിയായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ റമളാനാകുന്ന ഈ ട്രെയിന് അതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മെല്ലെ മെല്ലെ ഉരുണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയാണ് റമളാൻ ആരംഭിച്ചത്. ഇന്ന് രണ്ടാമത്തെ ദിവസം. ഇനിയും ആരെങ്കിലും അതിൽ മാനസികമായും ശാരീരികമായും അഥവാ പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി അതിൽ പ്രവേശിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അവസാന സന്ദർഭമാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ കയറാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഈ റമളാനിന്റെ ഒരു ഹാലിലേക്ക് വന്നു എന്നെന്ത് ചെയ്യണം, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ട് തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഒന്ന്, റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ അതിനാഗ്രഹിച്ചും പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അതാണ് മഹാഭൂരിപക്ഷം. എന്നാൽ കുറച്ച് ആളുകളെങ്കിലും ഇപ്പോഴും റമളാൻ മാസമായത് അറിയാത്തൊരു സ്വഭാവക്കാരും ഇല്ലാതില്ല. അതുകൊണ്ട് അത്തരം ആളുകൾ ശ്രദ്ധിക്കുക. വിശുദ്ധ റമളാനിനെ അതിന്റെ പവിത്രതയോടുകൂടി തന്നെ ഉൾക്കൊള്ളുക. കഴിഞ്ഞ തവണ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ വീടുകളിലില്ല, നമ്മുടെ നാടുകളിലില്ല, നമ്മുടെ മഹല്ലിലില്ല. അവരൊക്കെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരമേകിക്കൊണ്ട് പോയി കഴിഞ്ഞു. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ച ഉടനെ യാദൃച്ഛികമായി തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടായ ആളുകൾ നമ്മുടെ തന്നെ മഹല്ലുകളിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോകം ഒരു റെയിൽ ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു ഓട്ടക്കളത്തിലാണ് ഇന്ന് ലോകമുള്ളത്. എല്ലാവരും മറ്റൊരാളെ തോൽപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. വിദ്യാർത്ഥികൾ പരസ്പരം ഇന്ന് പരീക്ഷയുടെ പേരിൽ മറ്റു മത്സരങ്ങളുടെ പേരിൽ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് വലിയ കിടമത്സരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തിയും ഇന്ന് മറ്റുള്ളവരോട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളൊരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ അതിനേക്കാളും നല്ലത് എനിക്ക് വാങ്ങണം. വേറൊരാളൊരു കാറ് വാങ്ങിയാൽ അതിനേക്കാളും നല്ലൊരു കാർ എനിക്ക് വാങ്ങണം. അതുപോലെ സ്വന്തം വീടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എന്റെ സാമ്പത്തിക സുസ്ഥിതി എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ വേറൊരാളോട് മത്സരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും വീടിന്റെ രംഗത്ത് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ മൊത്തത്തിൽ മറ്റുള്ളവരോട് മത്സരിക്കുക എന്നിടത്താണ് പൊതുവെ ഇന്ന് മനുഷ്യന്മാർ ഉള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിശുദ്ധ റമളാൻ എന്നത് മറ്റൊരാളെ തോൽപ്പിക്കുവാനുള്ള ഒരു ട്രാക്ക് അല്ല. ഇതും ഒരു ഓട്ടക്കളം തന്നെയാണ്, ഇതൊരു ട്രാക്ക് തന്നെയാണ്. പക്ഷെ ഈ ട്രാക്കിൽ നമുക്ക് മറ്റൊരാളെയല്ല തോൽപ്പിക്കാനുള്ളത്. ഇവിടെ നമുക്ക് നേരിടാനുള്ളത്, മത്സരിക്കാനുള്ളത് നമുക്ക് നമ്മളോട് തന്നെയാണ്.
ഇപ്പൊ നമ്മള് സാധാരണ ഓടുമ്പോൾ മുന്നിൽ ഒപ്പൊരാളുണ്ടാവും, അയാളെ മുന്നിൽ കിടക്കണം എന്നാണ് നമുക്ക് ആഗ്രഹം. ഇതങ്ങനെയല്ല. ഒരു കണ്ണാടി നമ്മൾ മുന്നിൽ വെച്ച് നോക്കൂ, ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓടുന്നതെങ്കിൽ നോക്കൂ, ആ ഓട്ടത്തിൽ നമ്മളെ തന്നെയാണ് നമ്മൾ കാണുക. ഇതേപോലെ ഈ ഒരു റമദാൻ എന്ന് പറയുന്നത് മറ്റൊരാളോ മത്സരിക്കാനല്ല, മറ്റൊരാളോടൊപ്പമല്ല, മറിച്ച് നമുക്ക് നമ്മളോട് തന്നെ മത്സരിക്കുവാനും മറിച്ച് നമ്മുടെ അലസതയെ തോൽപ്പിക്കുവാനുമുള്ള ഒരു മാസത്തിന്റെ പേരാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിൽ നമ്മുടെ മത്സരം നമ്മളോട് തന്നെയായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുജാഹിദു, മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ജാഹദ നഫ്സഹു ബിതാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ സ്വന്തം മനസ്സിനോട് പോരാടുന്നവനാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് എന്ന് പറയുന്നത് എന്നാണ്. അതായത് നമ്മുടെ തന്നിഷ്ടങ്ങളോട് പോരാടുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരതിനെ നന്നാക്കിയോ, അതിനെ എന്ന് പറഞ്ഞ ഹൃദയത്തെ, അതിനെ ആര് നന്നാക്കിയോ അവൻ വിജയിച്ചിരിക്കുന്നു. ആരതിനെ പരാജയപ്പെടുത്തിയോ കളങ്കപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അഥവാ സ്വന്തം മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്തവനാണ് ലോകത്ത് വിജയിച്ചവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമളാൻ മാസം നമുക്ക് നമ്മളോട് നല്ലൊരു മത്സരം നടത്താൻ നമുക്ക് കഴിയണം. അതിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം. അതിൽ നമ്മൾ മത്സരിക്കേണ്ട ചില മേഖലകൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, നിങ്ങൾക്ക് വേഗത മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മത്സരിക്കേണ്ടത്, നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്, നമ്മൾ നേരിടേണ്ടത് നമ്മുടെ ദുശ്ശീലങ്ങളെയാണ്. നമ്മുടെ ദുശ്ശീലങ്ങളോടാണ് ആദ്യമായി നമ്മൾ പടപൊരുതേണ്ടത്. അതിനെന്ത് വേണം? എനിക്കെന്ത് ദുശ്ശീലമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നതാണ് പ്രധാനം. ഭാര്യയിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച, മക്കൾ കാണാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന, വാപ്പയും ഉമ്മയും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നാട്ടുകാരുടെ മുമ്പിൽ വലിയ മാന്യനായി നമ്മൾ നടക്കുമ്പോഴും ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റുകളും തിന്മകളും അധർമ്മങ്ങളും ദുശ്ശീലങ്ങളും എന്തുണ്ടോ അതിനെ ശരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഒരു തീരുമാനമെടുക്കാൻ ഈ റമളാൻ മാസത്തിൽ കഴിയുന്നുവെങ്കിൽ നമ്മുടെ നഫ്സിനോടുള്ള മത്സരത്തിൽ നമ്മൾ വിജയിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? ശിർക്കിന്റെ ഇനങ്ങൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഏലസ് കെട്ടി, ഐക്കല്ല് കെട്ടി, അതുപോലെ തന്നെ ആരും കാണാതെ ഏതെങ്കിലും തങ്ങളെടുത്തോ ബീവിയെടുത്തോ സിദ്ധന്റെ അടുത്തോ പോയി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്ന സ്വഭാവം നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നോമ്പ് ബാത്തിലാണ്, അവരുടെ നിസ്കാരം ബാത്തിലാണ്. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മളെ അവസ്ഥ എത്രത്തോളം? അതുകൊണ്ട് ഒന്ന് റമളാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസ രംഗത്തൊരു മായം നമുക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ. അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലാണ്. ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അന്യ പുരുഷനുമായോ അന്യ സ്ത്രീയുമായിട്ടോ ചാറ്റിംഗ് നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു സ്വകാര്യ ബന്ധം അവരുടെ വീട്ടുകാരറിയാതെ, നമ്മുടെ വീട്ടുകാരറിയാതെ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ ഒരു സ്വകാര്യ ബന്ധം ആരെങ്കിലും കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, അതവിടെ നിൽക്കില്ല. അത് ആ ചാറ്റിങ്ങിൽ മാത്രം നിൽക്കില്ല, അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. പിന്നെ കാണാൻ കൊതിക്കും, കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ കൊതിക്കും, സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സമയം ദൈർഘ്യം കൂടും. അത് കൂടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ തോന്നും, ഒന്നിച്ച് കിടക്കാൻ തോന്നും, പിന്നെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. അവസാനം കൊലപാതകത്തിൽ വരെ അത് കലാശിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വലിയ സ്കൂളിലെ കുറെ കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറയാം, ഇന്ന് കാണുന്ന രീതി എന്താ വെച്ചാൽ, അല്പസമയം ഒഴിവ് കിട്ടിയാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം സംഗതികളിലും സല്ലാപങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിന്റെ മുന്നിലൂടെ പോകുമ്പോ ബൈക്ക് നിർത്തിയിട്ട് ആ ബൈക്കില് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ഇരിക്കുന്നു, തോളിൽ കൈവച്ചിരിക്കുന്നു. ആരും മൊത്തയിട്ട കുട്ടികൾ. ഞാൻ പറയുന്നത്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അത്തരം ദുശ്ശീലങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാതെ പട്ടിണി കിടന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ലഹരി സാധനങ്ങൾ അത് പോക്കറ്റിലിട്ട് വൈകുന്നേരമാകട്ടെ എന്നും കാത്തിരുന്ന് വൈകുന്നേരമായ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വേറെ ആരും കാണാത്തടത്ത് പോയി ആ ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവമാണെങ്കിൽ അത്തരം സ്വഭാവങ്ങൾ കൊണ്ട് നോമ്പ് നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. ആരെങ്കിലുമായി നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ പിണക്കം അവസാനിക്കുമ്പോൾ മാത്രമേ ഈ ആകാശ ലോകത്തേക്ക് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അത് നമ്മുടെ മറ്റൊരു ദുശ്ശീലമാണ്. അതുപോലെ തന്നെ ദേഷ്യം പ്രകടിപ്പിക്കുക എന്നത് ഈ റമദാനിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സാമ്പത്തിക രംഗത്താകട്ടെ ആ ബാങ്കിൽ കടം, ഇവിടെ ലോണ്, മറ്റൊരുത്ത് പലിശ, ഇവിടുത്തെ ബ്ലേഡ്, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തിക രംഗത്ത് ഒരു അച്ചടക്കവുമില്ലാതെ പലിശയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ജാഗ്രതയുമില്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലൊക്കെ അച്ചടക്കം വേണം. അസ്സിയാമു ജുന്നത്തുൻ, നോമ്പെന്ന് പറഞ്ഞാൽ ഒരു പരിചയാകുന്നു എന്നാണ്. ഫലാ യർഫുസ് വലാ യജ്ഹൽ, ഒരിക്കലും തന്നെ മോശപ്പെട്ട കാര്യങ്ങളോ അതുപോലെയുള്ള പ്രവർത്തനങ്ങളോ സമീപനങ്ങളോ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, മാലം വമാലം യഹ്രിഫുഹാ, ആ പരിച അവൻ തകർക്കാതിരിക്കുന്നിടത്തോളം കാലം ആ നോമ്പ് അവനൊരു പരിചയാണ്. അതായത് പരിച തകർക്കലെപ്പോഴാ? നോമ്പ് നോക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ആ പരിച തകർന്നു പോകും. വിള്ളലുള്ള പരിച കൊണ്ട് യുദ്ധം വിജയിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശൈത്താനോടുള്ള യുദ്ധമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ പടച്ചട്ട ശക്തമായിട്ടുള്ളതായിരിക്കണം. അപ്പൊ ഒന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ ദുശ്ശീലങ്ങളോട് നാം മത്സരിക്കണം, അവനെ പരാജയപ്പെടുത്തണം. രണ്ടാമത്തത് ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കരിച്ചിരുന്ന ശീലത്തെ തോൽപ്പിച്ച് പള്ളിയിലെ ഒന്നാമത്തെ സ്വത്തിൽ എത്താനുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കണം ഇൻഷാ അല്ലാഹ് റമദാൻ മാസം. റസൂലുള്ളാഹി പറഞ്ഞു, ലൗ യഅലമുൻ നാസു മാ ഫീ നിദാഇ വസ്സഫിൽ അവ്വൽ ثم لم يجدوا إلا أن يستحموا عليه لاتهموا. ബാങ്കിന്റെയും ഒന്നാമത്തെ സ്വത്തിന്റെയും മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ എത്താൻ വേണ്ടി അവർ നറുക്കെടുമായിരുന്നു. ഒന്നാമത്തെ സ്വത്തിൽ ഇരിക്കാൻ നറുക്കെടുമായിരുന്നു. അപ്പൊ ഞാൻ ഖുതുബക്ക് കയറിയപ്പോ ഒന്ന് മുന്നിക്ക് ഇരിക്കുന്നു പറഞ്ഞത് അത് ബോധപൂർവ്വമായിരിക്കൂല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കയറിയിട്ടില്ല. ഒരു 4ാമത്തെ സ്റ്റെപ്പിൽ ഇരിക്കുന്ന ആളെ കൂലി അല്ല 3-ലുള്ളത്, 3-ലുള്ളതല്ല 2-ലുള്ളത്, 2-ലുള്ളതല്ല 1-ലുള്ളത്. ആ 1-ലിരിക്കുന്നത് ഈ ഇരിക്കുന്ന ആൾക്കുള്ള കൂലിയല്ല വലതു ഭാഗത്തിരിക്കുന്ന ആൾ ഇടതു ഭാഗത്തിരിക്കുന്ന ആൾക്ക്. അത് അകന്നു പോകുമ്പോൾ ഒരു കൂലി കുറഞ്ഞു വരും. ഈ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ വ്യത്യസ്തമാണ് പ്രതിഫലം. അതുകൊണ്ട് പള്ളിന്റെ ഉള്ളിൽ കയറിയ 1ാമത്തെ സ്റ്റെപ്പിൽ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ജമാഅത്തിന് പള്ളിയിലെത്തുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, റമദാൻ മാസത്തിൽ നമ്മുടെ ജമാഅത്തൊന്ന് ചിട്ടപ്പെടുത്താൻ ഈ റമദാൻ മാസത്തിൽ നമ്മളോട് തന്നെ നമുക്ക് മത്സരിക്കാൻ കഴിയണം. മറ്റൊന്ന് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ മൊബൈൽ നോക്കുന്ന സമയത്തെ തോൽപ്പിച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തിന് കൂടുതൽ സമയം നീക്കിവെക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഖുർആനാണ് റമദാനിന്റെ ജീവൻ എന്ന് പറയുന്നത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് സത്യാസത്യ വിവേചനമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധ റമദാനിലാകുന്നു. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു, ശരിക്കും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ റമദാൻ മാസത്തിൽ ആര് സാക്ഷിയുണ്ടോ, ജീവിച്ചിരിക്കുന്നുണ്ടോ, അവൻ നോമ്പ് വിൽക്കട്ടെ. എന്തേ മറ്റേ 11 മാസം നോമ്പ് നിർബന്ധാക്കാതിരുന്നത്? ഈ മാസമാണ് ഖുർആൻ ഇറങ്ങിയത്, അതുകൊണ്ട് നോമ്പ് വിൽക്കണം. അപ്പൊ നോമ്പ് ശരിയാകണം എന്ത് വേണം? റമദാനിനെ ആദരിക്കണം, ഖുർആനിനെ ആദരിക്കണം. ഖുർആനുമായി ബന്ധമില്ലാത്തൊരു നോമ്പ് നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. കടൽ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, തിരമാലയാണ്. പക്ഷെ വെള്ളമില്ലാത്ത കടൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരുട്ടായിരിക്കും. വിവാഹം എന്ന് പറഞ്ഞാൽ നിക്കാഹാണ്. ഭക്ഷണമൊക്കെ കൊടുത്തു, ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിച്ചു, പക്ഷെ നിക്കാഹ് നടന്നില്ല, അത് കല്യാണമാവില്ല. നമ്മുടെ നഫ്സ് എന്ന് പറയുന്നത് റൂഹ് കൂടിയതാണ്. എത്ര സുമുഖനായിട്ടും കാര്യമില്ല. മയ്യത്ത് പോലെ അങ്ങനെ മരന്ന് കിടക്കണേ, റൂഹ് പോയാൽ പിന്നെ ശരീരം കൊണ്ട് എന്താ കാര്യം? ഇതേപോലെയാണ് സുഹൃത്തുക്കളെ റമദാൻ എന്ന് പറയുന്നത്. റമദാനിന്റെ ഖുർആന്റെ ബന്ധം. ഈ റമദാൻ മാസത്തിൽ ഖുർആൻ ആവുന്ന മഴ പെയ്തിട്ടില്ലെങ്കിൽ ആ റമദാൻ വരണ്ട റമദാനാണ്. വരണ്ട റമദാനായി ഒരിക്കലും നമ്മുടെ റമദാൻ മാറാൻ പാടില്ല. അതുകൊണ്ട് ഇരിക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കാം. എത്ര പ്രാവശ്യം ഖുർആൻ ഞാൻ ഇപ്രാവശ്യം ഓതണമെന്ന് തീരുമാനിക്കാം. അതാണ് പ്രധാനം. ആ തീരുമാനം നിങ്ങളൊക്കെ എടുത്തോ, നമ്മളെടുത്തോ. എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം കാണണം. അത് രാവിലെയാണോ രാത്രിയാണോ അത് ഓരോ വക്തിന്റെ സമയത്താണോ, അപ്പൊ ഒരു ദിവസം എത്ര ദിവസം ഓതേണ്ടി വരും തീരുമാനമാക്കണം. അത് ഓതണമെങ്കിൽ അതിനനുസരിച്ച് മറ്റ് എൻഗേജ്മെന്റ് ഒക്കെ മാറ്റി അതിനുള്ള സ്ഥലത്ത് വന്നിരിക്കേണ്ടി വരും. ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് പള്ളിയിൽ വരിക, ഒരു ഖുർആൻ എടുക്കുക, അത് കുറച്ച് നേരം ഓതാടെ വെക്കുക, പിന്നെ വേറെ സ്ഥലത്ത് വേറെ കയറുക, വേറെ ഖുർആൻ എടുക്കുക, വേറെ സൂറത്തും ഓതുക. അങ്ങനെ ഒന്നും എവിടെ എത്താതെ പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. മൂന്നാമത്തെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് തറാവീഹുമായി ബന്ധപ്പെട്ട വിഷയം. ഉറക്കത്തെയും ക്ഷീണത്തെയും തോൽപ്പിച്ച്
രാത്രി നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ രാത്രി നിങ്ങൾ റമളാൻ മാസത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പടത്തും പുറത്തിരുന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തറാവീഹിനെ ബാധിക്കുന്ന രീതിയിൽ മറ്റുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുക. മറ്റുള്ള എൻഗേജ്മെന്റ് ഒക്കെ ഒഴിവാക്കുക. ഈ സൽക്കാരത്തിന്റെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിലും ഈ തറാവീഹ് നഷ്ടപ്പെടുന്ന രീതിയിൽ ഇതൊന്നും ആവരുത് സുഹൃത്തുക്കൾ. ഇത് എന്തിനാണ് റമളാൻ മാസം എന്ന് പറയുന്നത്? അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് സമ്പത്ത് കുറയുമോ എന്ന ഭയത്തെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ഉദാര മനസ്കനാകാൻ വേണ്ടി നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കണം. പിശുക്കിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മാസമാണ് വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. റസൂലായിരുന്നു സാധാരണഗതിയിൽ തന്നെ റസൂലുള്ള എന്താണ്, ജനങ്ങളിൽ ഏറ്റവും ഉദാര മനസ്സുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ റമളാനിലാകട്ടെ റമളാനിൽ കുറച്ചുകൂടി ഉദാരനാകുമെന്ന് കാറ്റടിക്കുന്ന വേഗതയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തിരുന്നത്. കാറ്റിന്റെ വേഗത നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ നിങ്ങളത് വിചാരിക്കുന്നത് റസൂലുള്ള അങ്ങനെ വലിയ പണത്തിന്റെ ഒരു വലിയ ആളായിരുന്നു, ഒരു ചക്രവർത്തിയായിരുന്നു. അല്ല, ആ റസൂലുള്ളയുടെ പുറകുഭാഗം നോക്കിയാൽ ഈത്തപ്പന മട്ടലിന്റെ പാട് കാണുമായി കിടന്നിരുന്നത് ഈത്തപ്പന മട്ടലിലാണ്. ആ ചുവന്നു കൊടുത്ത മേനിയിൽ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആ പാട് കാണുമായിരുന്നു. മാസങ്ങളോളം തന്റെ അടുക്കളയിൽ അവർ തീ പുകഞ്ഞിട്ടില്ല. വിശന്നുകൊണ്ട് രാത്രി പുറത്തിറങ്ങിയ സംഭവം നമുക്ക് കാണാൻ പറ്റും. ആ പ്രവാചകനാണ് കാറ്റടിക്കുന്ന വേഗതയിൽ ദാനം ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം ചെയ്യണം? ഞാൻ ഓരോ കാര്യം ഉറപ്പിച്ച് പറയുന്നു. ഈ പള്ളിയായിട്ട് ഏത് പള്ളിയായിട്ട് എല്ലാ റമളാൻ മാസമായി കഴിഞ്ഞാൽ പള്ളി കലക്കുണ്ടാവും. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ തേടി ആളുകൾ വരും. അവരോട് ഒരിക്കലും ഒരു നീരസം നമ്മൾ കാണിക്കരുത്. കാരണം റമളാൻ കൊടുക്കാനുള്ള മാസമാണ്. അതിന്റെ പുണ്യം അത്രയും വലുതാണ്. അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് നമ്മൾ പാസ്സാക്കുക. അപ്പോൾ സാധാരണ പഞ്ചായത്തും ട്രഷറിയും ഒക്കെ ഗവൺമെന്റ് ഒക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ റോഡിന് ഇത്ര ലക്ഷം എന്ന് പറഞ്ഞാൽ പാസ്സാകും. അത് അടുത്ത മാർച്ചിന്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും ചെലവാക്കണം, അല്ലെങ്കിൽ അതെന്താവും ലാപ്സായി പോകും. ഇതേപോലെ റമളാനിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ റമളാനിൽ ഇത്ര കാശ് ഞാൻ സദഖ കൊടുക്കും എന്നാണ് തീരുമാനിക്കുന്നത്. അതാ തീരുമാനം. അത് പാസ്സാക്കിയത്. അപ്പൊ ഓരോരുത്തർ വരുമ്പോ സന്തോഷവും അതിന് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റും. അത് എനിക്ക് ഇങ്ങോട്ട് പറയാതെ ഒരു പ്രയോറിറ്റി വേണമെന്നുള്ളതാണ്, മുൻഗണനാക്രമം. നമ്മൾ വരുന്നവർക്കൊക്കെ ഇങ്ങനെ എന്താന്ന് അറിയാതെ കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്നതിന് ജാരിയായ സ്വതക്കയായി. അല്ല, ജാരിയായ സ്വതക്ക മരിച്ചാലും കൂലി കിട്ടുന്ന സ്വതക്ക. അത് രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്നെന്താന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് നമ്മൾ കാശ് കൊടുത്താൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങിയാൽ അവർ പണ്ഡിതന്മാരാവും. അവർ കുത്തുബകൾ നിർവഹിക്കും. അവർ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ വ്യക്തി മുഖേന മരിക്കുന്നത് വരെ എന്തൊക്കെ ഖൈറാത്തുകൾ ഉണ്ടാവണോ അതിന്റെയൊക്കെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. അതിന്റെ ഗുണം എത്രയാണ്? അതേപോലെ തന്നെ ദഅവാ പ്രവർത്തനം. ഈ ദഅവാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൊടുത്തത് കൊണ്ടാണ് ഒരു ലഘുലേഖ ഇറക്കുന്നത്, ഒരു പ്രോഗ്രാം നടക്കുന്നത് എങ്കിൽ ആ പ്രോഗ്രാമിലൂടെ ആരൊക്കെ ഇസ്ലാമിന്റെ വെളിച്ചം സ്വീകരിച്ചോ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ലു ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങൾ പ്രവർത്തിച്ചതും അതിന്റെ അനന്തരഫലം, അതിന് ആസാറ് എന്ന് പറയാം, അത് നിങ്ങളുടെ രേഖയിൽ നാം രേഖപ്പെടുത്തുന്ന. നമ്മൾ മരിച്ചാൽ പോയാലും സുഹൃത്തുക്കളെ കബർക്ക് കിട്ടുന്ന ഒരു ഏണിങ്ങാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രാവശ്യം എന്ത് ചെയ്യുക? നമ്മൾ റമളാൻ മാസത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൽ നല്ലൊരു വിഹിതം ഇതിനു വേണ്ടി നിയ്യത്താക്കി വെക്കുക. അത് നമ്മൾ ആളുകൾ വരുമ്പോൾ അത് കൊടുക്കും. അപ്പൊ അത് നമുക്ക് ആ രീതിയിലേക്ക് ഒരു രീതി. അതുപോലെ സക്കാത്തിന്റെ കാര്യത്തിൽ അത് നമ്മൾ ഔദാര്യമൊന്നുമല്ല, അത് നിർബന്ധമായിട്ട് കൊടുക്കുമ്പോഴേ ബാക്കിയുള്ളത് ശുദ്ധീകരിച്ച് കിട്ടുള്ളൂ. ബാക്കിയുള്ളത് ശുദ്ധീകരിച്ച് കിട്ടണമെങ്കിൽ ഈ 2% കൊടുത്തിരിക്കണം. അത് ആരും ചോദിച്ചു വരാൻ കാത്തിക്കരുത്. അത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് സഹോദരിമാരെ ശ്രദ്ധിക്കുക. സ്വർണത്തിനൊക്കെ വലിയ വിലയുള്ള സമയമാണ്. അതുകൊണ്ട് ആ സക്കാത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ധരിക്കുന്നത് ചൂടുള്ള ആഭരണമായിരിക്കുന്ന ആളെ പരലോകത്ത് എന്ന ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അടുത്തൊരു കാര്യം വിജ്ഞാന സമ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അലസമായി വീട്ടിലിരിക്കുന്നതിനേക്കാൾ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുത്ത് അറിവ് വർദ്ധിപ്പിക്കാൻ മത്സരിക്കുക, സ്വന്തത്തോട് മത്സരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ അറിയോ? അള്ളാഹു നമ്മളിൽ ഇടപെടണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് നമ്മളും സഹായിക്കണം. റസൂൽ പറഞ്ഞു നോക്കി, നിങ്ങൾ മൻ യുരീദില്ലാഹ ബി ഖൈറൻ
യുഫഖിഹു ഫിദ്ദീൻ. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് മതപരമായ കാര്യത്തിൽ നല്ല വിവരം പഠിത്തം കൊടുക്കുന്നു. നമുക്ക് നല്ല അറിവുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ പഠിത്തം നമുക്ക് ഖൈറ് തന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഒരു ക്ലാസ് ഉണ്ട്, ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ, ഒരു ബുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ, ഒരു വായിക്കാൻ, ക്ലാസ് കേൾക്കാൻ ഒരു മനസ്സിൽ നമുക്ക് തോന്നുന്നുണ്ടോ, എന്നാൽ പഠിത്തത്തിൽ നിന്ന് നമുക്ക് ഖൈറ് കിട്ടും. പക്ഷെ അതിന് നമുക്ക് നേരം സമയമില്ല. എത്ര പറഞ്ഞാൽ അതിന് സമയമല്ല. നമ്മൾ ഭയങ്കര തിരക്കിലാണ്. ഈ തിരക്ക് 3 കഷ്ണം തുണിയിൽ മുറിക്കൽ കിട്ടുമ്പോഴേ തീരുള്ളൂ. അതുവരെ തിരക്കുണ്ടാവും. എന്നാൽ ഈ റമളാൻ മാസത്തിൽ സുഹൃത്തുക്കൾ ഇതിന് അവസരമുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇപ്പൊ ഇൻഷാള്ള പുതിയ ഓഡിറ്റോറിയത്തിലാണ് പ്രാവശ്യത്തെ നമ്മളെ ക്ലാസ്. നമ്മൾ കുടുംബസമയം, നമ്മൾ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കുട്ടികളും പറഞ്ഞാൽ കേൾക്കാത്ത പ്രശ്നം, ലഹരിയുടെ പ്രശ്നം, പ്രണയത്തിന്റെ പ്രശ്നം, എന്തൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ഇത് കുടുംബസമേതം വന്നിരുന്ന് ദീന് കേട്ടെങ്കിലേ പരിഹാരം ഉണ്ടാവും. അതിനാണ് നമ്മൾ 4 ആഴ്ച ഞായറാഴ്ച ഇവിടെ ക്ലാസ് വെച്ചിട്ടുള്ളത്. അതിപ്പോ തന്നെ തീരുമാനിക്കാം, അന്ന് വേറെ ഇനിയും പോകണ്ട. കിടന്നുറങ്ങുക, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഉച്ചവരെ കിടന്നുറങ്ങുന്ന ചില മനുഷ്യന്മാർ. അങ്ങനെ നോമ്പ് വെച്ചിട്ടുണ്ട കാര്യം, സുബഹി കഴിഞ്ഞാൽ കിടന്നുറങ്ങും. അങ്ങനെയല്ല, ഉറക്കൊരു ഉച്ചയ്ക്ക് വെച്ച് ഏതെങ്കിലും സമയത്ത് ക്ഷീണം മാറാനൊക്കെ ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷെ രാവിലത്തെ സമയമൊക്കെ ഒരുപാട് ബറക്കത്തുള്ള സമയം. ഈ സമയമൊക്കെ ദീന് കേൾക്കാനും പഠിക്കാനും കുടുംബസമേതം നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. വായിക്കാൻ നമ്മൾ തയ്യാറാകണം. അതേപോലെ തന്നെ ഇതിനൊക്കെയുള്ള തടസ്സം എന്താ പറയുക, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇഫ്താർ വിരുന്നുകളിൽ വയറ് നിറക്കാൻ വെമ്പുന്ന ആ ആഗ്രഹത്തെ തോൽപ്പിച്ചുകൊണ്ട് മിതത്വം പാലിക്കാൻ വേണ്ടി നമ്മൾ മത്സരിക്കണം. കുലു വസ്റബു വലാ തുസ്രിഫു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ, പക്ഷെ ഒരിക്കലും നിങ്ങൾ ദൂർത്ത് കാണിക്കരുത്. ഭക്ഷണം അമിതായ നിസ്കരിക്കാൻ കഴിയില്ല, തറാവീഹ് കഴിയില്ല, ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് നേരെയാണ് മത്സരിക്കേണ്ടത്. നമുക്ക് മത്സരിക്കണം. എന്തിന്? എന്റെ വീട്ടിനുള്ളിലെ ഒറ്റപ്പെട്ട നിസ്കാരശീലത്തെ തോൽപ്പിച്ച് പള്ളിയിലെ 1ാമത്തെ സഫിലെത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് മത്സരിക്കാൻ കഴിയണം. സോഷ്യൽ മീഡിയയിൽ അനാവശ്യ കാഴ്ചകൾ തോൽപ്പിച്ച് ഖുർആൻ വചനങ്ങളുമായി സമയം ചെലവഴിക്കുവാൻ നമുക്ക് മത്സരിക്കാൻ കഴിയണം. പകല് പണിയെടുത്ത് തളർന്ന എന്റെ ശരീരത്തിന്റെ അലസതയെ തോൽപ്പിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ദീർഘനേരം നിൽക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. അതിന് നമ്മുടെ സ്വന്തത്തോട് നമുക്ക് മത്സരിക്കാൻ കഴിയണം. പണം കുറഞ്ഞു പോകുമോ എന്ന എന്റെ ഉള്ളിലെ പിശുക്കിനെ തോൽപ്പിച്ച് നിർലോഭം ചെയ്യുന്ന, ദാനം ചെയ്യുന്ന ഉദാരനായി മാറാൻ നമുക്ക് നമ്മളോട് തന്നെ മത്സരിക്കാൻ കഴിയണം. ഫോണിലെ നോട്ടിഫിക്കേഷനുകൾക്ക് പിന്നാലെ പായുന്ന എന്റെ വിരലുകളെ തോൽപ്പിച്ചുകൊണ്ട് ആ വിരലുകൾ കൊണ്ട് തസ്ബീഹ് ചൊല്ലുന്ന, ദിക്റുകൾ ചൊല്ലുന്ന ആളായി മാറാൻ നമുക്ക് നമ്മളോട് തന്നെ മത്സരിക്കാൻ കഴിയണം. കാലങ്ങളായി എന്നെ വേട്ടയാടുന്ന എന്റെ ദുശീലങ്ങളെ തോൽപ്പിച്ച് ഈ റമദാനിൽ പുതിയൊരു മനുഷ്യനാകാൻ എനിക്ക് സാധിക്കണം. അതിന് എന്റെ ഇച്ഛകളോട് നാം പോരാടണം. അറിവില്ലായ്മയുടെ ഇരുട്ടിനെ തോൽപ്പിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും വിജ്ഞാന സദസ്സുകളിൽ ഇരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. അതിന് നമ്മളോട് തന്നെ നമ്മൾ മത്സരിക്കണം. ഇഫ്താർ മേശയിലെ വിഭവങ്ങളോടുള്ള എന്റെ ആർത്തിയെ തോൽപ്പിച്ച് മിതമായ ആഹാരം കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിയേണ്ടതുണ്ട്. എന്റെ സുഖമുദ്രയെ തോൽപ്പിച്ച് പാതിരാത്രിയിൽ പടച്ചവനോട് സങ്കടങ്ങൾ പറയാൻ എഴുന്നേറ്റിരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറി വരണം. റമളാൻ ഇനിയും വരുമല്ലോ എന്ന തന്റെ അശ്രദ്ധയെ തോൽപ്പിച്ച് ഇതെന്റെ അവസാനത്തെ റമളാനാണ് എന്ന ബോധ്യത്തോടുകൂടി ആരാധനകളിൽ മുഖരിതരാകുവാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിയണം. അപ്പോൾ മാത്രമാണ് ഈ വിശുദ്ധ റമളാൻ നമ്മുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ. അങ്ങനെ റമളാനിനെ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമളാൻ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കണമെങ്കിൽ നല്ല പ്ലാനിങ് ആവശ്യമാണ്, ആസൂത്രണം ആവശ്യമാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള സമയം ഞാൻ എങ്ങനെ ചെലവഴിക്കും എന്നൊരു നല്ല പ്ലാന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളികളിലെ ജമാഅത്തിന്റെ സമയം നമുക്ക് ഓർമ്മ വേണം. അതിന്റെ ബോർഡ് ഫോട്ടോ എടുത്ത് നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും. ആ ടൈം ആകുമ്പോൾ അവിടെ എത്തണം. അങ്ങനെ ഒരു മാസം കൊണ്ട് എല്ലാം ചിട്ടപ്പെടും. ഖുർആൻ പാരായണത്തിന് എല്ലാത്തിനും ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അതാണ് ഒന്നാമതായി എനിക്ക് അത് അനുബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ചില സംശയങ്ങൾ ആൾക്കാരുടെ മനസ്സിൽ റമളാനാവുമ്പോൾ ഉണ്ടാവും. അതിലൊന്നെന്താന്ന് വെച്ചാൽ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ആഴ്ച നോമ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മറന്നുകാണ്ട് വല്ല വെള്ളമോ ഇതിന് കുടിച്ചു പോകും ആൾക്കാർ. പക്ഷെ മറന്നു കഴിച്ചാൽ മൻ നസിയ വഹുവ സ്വായിം, ആരെങ്കിലും മറന്നുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചു പോയാൽ അക്കല ഔ ശരിബ ഫൽ യുതിമ്മ സൗമഹു, അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്നാണ്. അതിനെ കുറിച്ചെല്ലാം അത് അള്ളാഹു അർപ്പിച്ചതാണ്. അത് ബോധപൂർവ്വം ആകാൻ പാടില്ല.
മറന്നുപോയതാണെന്നുണ്ടെങ്കിൽ ഓർമ്മ വന്ന മുതൽ എന്ത് ചെയ്യുക, അന്നത്തെ നോമ്പ് ഒഴിവാക്കേണ്ട കാര്യമില്ല, തുടർന്നാൽ മതി, പിന്നെ ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഒന്ന്. മറ്റൊന്ന്, യാത്രക്കാരും രോഗികളും. സമൻകാരനീക്കും മരീവന്ന ഒവാലാസത്തിനും ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ദീർഘയാത്രയാണെങ്കിൽ ബുദ്ധിമുട്ടി നോമ്പ് വെക്കേണ്ട കാര്യമില്ല, അത് വേറെ ദിവസം നോറ്റാൽ മതി. ഇപ്പൊ ഒരു രോഗമുണ്ട്, 2 മാസം 3 മാസം കൊണ്ട് റിക്കവർ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണമെങ്കിൽ ഇപ്പൊ നോമ്പ് എടുക്കേണ്ടതില്ല. അത് 2 മാസം കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ആവുമ്പോഴേക്ക് എന്ത് ചെയ്താൽ മതി, റമളാൻ ആവുമ്പോഴേക്ക് നോമ്പ് നോക്കി കിട്ടിയാൽ മതി. കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ എന്നാൽ അതിനും കഴിയില്ല എന്ന് വിചാരിക്കുക. ആ അസുഖം ഡോക്ടർ പറയണത് നിങ്ങൾക്ക് നോമ്പെടുത്താൽ അത് വർദ്ധിക്കും, നിങ്ങൾക്ക് അതിന്റെ ശാരീരികാവസ്ഥ അല്ല, ഇനി നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യമാണുള്ളത് എങ്കിൽ മിസ്കീന് ഒരു നേരത്തെ ഭക്ഷണം എന്ത് ചെയ്യണം, അതിന് ഫിദിയയായിട്ട് കൊടുക്കണം എന്നതാണ്. ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ഫിദിയ എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുക്കേണ്ടത്? തത്വം ഇതാണ്, ഒരു നേരത്തെ ഭക്ഷണം ഒരു മിസ്കീന് കൊടുക്കുക എന്നുള്ളത്. ഒരു നേരം ഭക്ഷണത്തിന് എത്രയാണോ അതിന് ഒരു അരി മാത്രം പോരല്ലോ, ഇത് ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ് ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം. ഒരേ സാധുവിനെ വിളിച്ചിട്ട് ഒരു ദിവസം നോമ്പ് ഉറപ്പിച്ചാൽ അത് ഫിദിയായി, കുഴപ്പമില്ല. അതല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ളൊരു കാശ് കൊടുക്കുക. പക്ഷെ ആ കാശ് കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തത് ഭക്ഷണം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ത് ചെയ്യാം, ഒരു നോമ്പിന്. അപ്പൊ 30 നോമ്പ് ചെയ്യാൻ കഴിയാത്ത ആളാണെങ്കിൽ ആ 30 നോമ്പിന് എന്ത് ചെയ്യണം, 30 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വീതം കൊടുക്കേണ്ടതുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കുത്തിവെപ്പുകൾ, ഇപ്പൊ ഇൻസുലിൻ വെക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇൻസുലിൻ വെച്ചാൽ നോമ്പ് മുറിയോ? സംശയമാണ്. ഇൻസുലിൻ വെച്ചാൽ നോമ്പ് മുറിയില്ല, അത് തൊലിന്റെ മുകളിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇൻസുലിന്റെ പ്രശ്നം കൊണ്ട് നോമ്പ് മുറിയെന്ന് വിചാരിക്കേണ്ടതില്ല. പിന്നെ എന്തെങ്കിലും രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഈ റമളാനിൽ തന്നെ കുത്തിവെപ്പ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം കുത്തിവെപ്പുകളും നോമ്പിനെ ബാധിക്കുകയില്ല. എന്നാൽ വളരെ അത്യാവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പൊ സ്കൂളുകളിലൊക്കെ കാണുന്ന ഒരു കാഴ്ച എന്താ വെച്ചാൽ, കുട്ടികൾ ഇടക്കിടക്ക് തുപ്പാൻ പോട്ടെ നിങ്ങളുടെ പുറത്തേക്ക് തുപ്പാൻ പോകും. ഈ വായിലുണ്ടാകുന്ന ഉമിനീര് മുഴുവൻ തുപ്പിക്കളയണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പുറത്തുനിന്നൊരു സാധനം ഉള്ളിലേക്ക് പോകാൻ പാടില്ല. അപ്പോഴാണ് നോമ്പ് മുറിയ. ഈ ഉമിനീര് എന്ന് പറയുന്നത് നമ്മുടെ നാവിലുള്ളതാണ്. അതൊരിക്കലും തുപ്പിക്കളഞ്ഞാൽ ആള് പെട്ടെന്ന് പ്രയാസമായി പോകും. അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കുക, അതിന്റെ പ്രയാസമില്ല. എന്നാൽ കൊക്കിക്കരച്ച് കഫമായി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോമ്പല്ലാത്ത കാലത്തോ ഇറക്കണത് നല്ലതല്ല. അതെന്ത് ചെയ്യണം, പുറത്ത് ഒഴിവാക്കുമാണ്. ആ കാര്യം എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ ഈ ഇടക്കിടക്ക് തുപ്പുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ പല്ല് തേക്കുന്ന വിഷയം, അത് പല്ല് തേക്കണം, സാധാരണ തേക്കുന്നത് പോലെ തേക്കണം. എന്നാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത വേണം. അത് വല്ലാതെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നനാളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ രക്തം കൊടുക്കുന്നത് പരമാവധി നോമ്പ് സമയത്ത് ആകാതിരിക്കാൻ ശ്രമിക്കുക. നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് മുറിച്ചിട്ട് രക്തം കൊടുക്കും. ഇപ്പോൾ ബ്ലഡ് ബാങ്കുകളിലൊക്കെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു തൽക്കാലം രക്തം ഒരു ഉപയോഗിക്കും, പിന്നെ നമ്മൾ രാത്രി കൊടുക്കാന്ന് പറഞ്ഞാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അടിയന്തരമായി നമ്മുടെ ഒരു ബ്ലഡ് ആവശ്യം വന്നു, അങ്ങനെ അടിയന്തരാവസ്ഥയിൽ കൊടുത്തു എന്ന് വിചാരിച്ച ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ അത് കൊടുത്തത് കൊണ്ട് നോമ്പിനൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഏറ്റവും നല്ലത് നോമ്പ് മുറിച്ച ശേഷം കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ വിജ്ഞാന വേദികളും കാര്യങ്ങളൊക്കെ. അത് ഈ ഖുത്ബ കൊണ്ട് ചെറിയൊരു സമയം കൊണ്ടൊന്നും ഇത് മുഴുവൻ നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഈ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കുക. അങ്ങനെ കറക്റ്റ് ദീൻ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുക. ആരെങ്കിലും ചെയ്യുന്നതിന്റെ പിന്നാലെ പോകല്ല, അറിയാതെ ചോദിക്കുക. അതിൽ യാതൊരു വിഷമവും നമ്മൾ കാണിക്കേണ്ടതില്ല. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിലെ മുഴുവൻ നോമ്പും നോൽക്കുവാനുള്ള ആരോഗ്യവും ആഫിയത്തും നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരുടെയൊക്കെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഉപ്പമാര്, ഉമ്മമാര്, അതുപോലെ തന്നെ ബന്ധുമിത്രാദികളൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا رحمن